ഗോമൂത്രം കുടിച്ചാൽ രോഗങ്ങൾ മാറുമെന്ന വിവാദ പരാമർശമായി മദ്രാസ് IIT ഡയറക്ടർ വി കാമകോടി. ബാക്ടീരിയ ഫംഗസിനെ നശിപ്പിക്കാൻ ഗോമൂത്രത്തിന് കഴിയും. ചെന്നൈയിലെ ഗോപൂജ ചടങ്ങിലാണ് വി കാമകോടിയുടെ പരാമർശം. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ സംഖ്യകൾ സ്പോട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിദ്യാഭ്യാസമില്ലാത്ത ആളുകളിൽ നിന്ന് മാത്രമല്ല കേട്ടോ, നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളിൽ നിന്നും നമുക്ക് ചിലപ്പോൾ നല്ല സംഖ്യകളെ സ്പോട്ട് ചെയ്യാൻ സാധിക്കും. ഈ സംഖ്യകൾ സ്പോട്ട് ചെയ്യപ്പെടുന്നത് പലപ്പോഴും ഒരു ദുരന്തപരമായിട്ടുള്ള ചില വിശ്വാസം കൊണ്ടാണ്, അല്ലെങ്കിൽ BJP അമിതമായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഗതികേട് കൊണ്ട് പലപ്പോഴും സംഖ്യകളാക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാര് ജന്മന എന്ന് പറഞ്ഞ മാതിരി അതിനൊപ്പം നീങ്ങിയതുകൊണ്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാര് വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു ഇടപെടലും മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ തങ്ങളുടെ ജീവിതത്തിൽ നടത്തരുത് എന്നുള്ള ആഗ്രഹിച്ചുകൊണ്ട് ആ പാർട്ടിയിലേക്ക് നേരെ പോയി ചേരുന്ന ആൾക്കാരുണ്ട്. ചുരുക്കി പറഞ്ഞാല് ED എന്റെ കുടുംബത്തിൽ കയറിയിട്ട് അന്വേഷണം നടത്തരുതെന്ന് അർത്ഥം. അതിന്റെ ഭാഗമായിട്ട് ആ ഒരു പാർട്ടിയിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. എന്തൊക്കെയായാലും ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ഗോമൂത്ര വിഷയമാണ്. കുറെ കാലമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരാത്തൊരു വിഷയമായിരുന്നു ഈ ഗോമൂത്രം. ഈ ഗോമൂത്രം കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണഗണങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ഈ പശുവൊക്കെ മൂത്രമൊഴിക്കുമ്പോൾ അതിന്റെ താഴത്തൊക്കെ ഇങ്ങനെ കൈ പോയിട്ട് ഇങ്ങനെ വെച്ചിട്ട് അത് അങ്ങനെ തന്നെ കുടിച്ചിറക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ പടച്ചവന്റെ ഒരു രക്ഷയില്ല. മാതിരി സാധനങ്ങളുണ്ട്. എന്തായാലും ഇപ്പോഴിതാ ചില്ലറക്കാരല്ല കേട്ടോ, IIT-യിലുള്ള ഒരു മനുഷ്യനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊരു വാർത്ത ഒന്ന് കേൾക്കാം. ആ മനുഷ്യൻ എന്താ പറഞ്ഞു നമുക്കൊന്ന് അറിയണ്ടേ. ഗോമൂത്രം കുടിച്ചാൽ രോഗങ്ങൾ മാറുമെന്ന വിവാദ പരാമർശമായി മദ്രാസ് IIT ഡയറക്ടർ വി കാമകോടി. ബാക്ടീരിയ ഫംഗസ് മദ്രാസ് IIT ഡയറക്ടർ ആട്ടോ, ചെറിയ ആളൊന്നല്ല. ഗോമൂത്രത്തിന് കഴിയും. ചെന്നൈയിലെ ഗോപൂജ ചടങ്ങിലാണ് വി കാമകോടി. ഗോപൂജ ചടങ്ങില്ല, പിന്നെ പറഞ്ഞല്ലോ. എനിക്ക് മനസ്സിലാവുന്നത് ഗോപൂജ ചടങ്ങാണല്ലോ, പിന്നെ അത് പറഞ്ഞല്ലേ വെക്കൂ. കാരണം ചുമ്മാ വേറെ എന്തെങ്കിലും ഫംഗ്ഷനിൽ പോയതില്ല. ഈ പശുവിനൊക്കെ പൂജിക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട്. അതാരാ നടത്തുന്നത് നമുക്ക് അറിയാം. എന്തായാലും ആ പശുവിനൊക്കെ പൂജിക്കുന്ന ചടങ്ങിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പശുവിന്റെ കുറച്ച് ഗുണഗണങ്ങളൊക്കെ പറയുന്നുണ്ടോ. ഈ പശുവിന്റെ പാലിനെ കുറിച്ചിട്ടും പാലിൽ നിന്നുണ്ടാക്കുന്ന പലവിധ പദാർത്ഥങ്ങളെ കുറിച്ചിട്ടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞവിടെ പ്രതിഫലിപ്പിക്കാൻ നമുക്ക് വിജയിക്കണം. നോക്കാം. அவர் வந்தோடனே அவர் நல்ல ஜுரம் அடிச்சுதான் உடனே ஒரு டாக்டரை கூப்பிடலாமான்னாரா. அப்பா அந்த சன்னியாசி பேர் மறந்து போயிடுத்து. அப்பா உடனே சொன்ன உடனே ഗോമൂത്രം പിബാമി அப்படின்னாராம். അപ്പാ സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു. എനിക്കൊന്ന് പറഞ്ഞുതരാം. ഇദ്ദേഹത്തിന്റെ പിതാവിന് ഗംഭീരമായിട്ടുള്ള ജ്വരം പിടിപെട്ടു, പനി. ഡോക്ടറെ അടുത്ത് പോകുന്നതിന് മുമ്പ് ഏതോ ഒരു സന്യാസിയായിട്ട്, സന്യാസിയുടെ പേരൊന്നും അറിയില്ല. ഇങ്ങനൊന്നും ഓരോന്നും തള്ളരുത് എന്റെ പ്രിയ സുഹൃത്തുക്കളെ. എന്തായാലും സന്യാസിയുടെ പേരൊന്നും അറിയില്ല. സന്യാസി പറഞ്ഞു അത്രേ, ഗോമൂത്രം കുടിയന്താഹി, എന്താ ഗോമൂത്രം കുടിക്കലാഹി, അങ്ങനെ സംതിങ് ലൈക്ക് തിങ്. എന്തൊരാഹി പറഞ്ഞു. ആഹി പറഞ്ഞതിന്റെ ഭാഗമായിട്ട് പച്ച മലയാളത്തില് പോയിട്ട് ഗോമൂത്രം കുടിക്കും, പശുവിന്റെ മൂത്രം പോയി കുടിക്കാൻ പറഞ്ഞു സന്യാസി. உடனே போய் அங்க மாட்டுல சிவாசானத்துல கோமூத்திரத்தை எடுத்துட்டு வந்தாராம். கடகடன்னு குடிச்சாராம். 5 நிமிஷத்துல ஜுரம் போயிடுதான். அதனால ஆன்டி பாக்டீரியல், ஆன்டி ஃபங்கல், டைஜஸ்டிவ், இந்த ஸ்டொமக் இரிட்டபிள் பவுல் சிண்ட்ரம், இது மாதிரி பல இருக்கு. நமக்கு கோமயம் നമുക്ക് വലിയ മെഡിസിൻ. അതായത് ശരീരത്തിലുള്ള ഒരുപാട് ബാക്ടീരിയകളൊക്കെ നശിക്കാൻ ഈ ഗോമൂത്രം സഹായിക്കും. ചങ്ങാതി ദിവസം രാവിലെ വൈകുന്നേരം ഇത് കുടിക്കും. ശാസ്ത്രബോധത്തിന് ഏറ്റവും അധികം വളർത്തേണ്ട, അതിനെ പ്രചരിപ്പിക്കേണ്ട മദ്രാസ് IIT-യുടെ ഡയറക്ടറുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. തന്റെ അച്ഛന്റെ അസുഖം ബാധിച്ചപ്പോൾ ഗോമൂത്രം കുടിച്ച് 15 മിനിറ്റിനുള്ളിൽ പനി പമ്പ കടന്നു എന്നാണ് വി കാമകോടി പറയുന്നത്. ഒരു സന്യാസിയുടെ പക്കൽ നിന്നാണ് ഗോമൂത്രം ലഭിച്ചത്. അദ്ദേഹത്തിന് പേര് ഓർമ്മയില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ശരീരത്തിൽ ബാധിക്കുന്ന എല്ലാ ബാക്ടീരിയകളെയും ഫംഗസുകളെയും നശിപ്പിക്കാനുള്ള കഴിവ് ഗോമൂത്രത്തിനുണ്ട്. ഗോമൂത്രം കുടിക്കുന്നത് ദഹനക്കേടിന് നല്ലതാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഇതിനെ ഈ അവകാശങ്ങളെയൊക്കെ സാധൂകരിക്കുന്ന തെളിവുകൾ ഇദ്ദേഹം പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോ വേണ്ടത് എന്തായാലും IIT ആണ്. നമ്മളെ നാട്ടില് ഈ ശാസ്ത്രബോധമൊക്കെ വളർത്തേണ്ട ആൾക്കാരാണ്. അവന്മാരാണ് ഇമാതിരി ഒട്ടും ശാസ്ത്രീയമല്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് പ്രചരിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. വേണ്ടത് അടുത്തതായിട്ടുള്ളത്, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേഗം ഒരു കാര്യം ചെയ്യും, ഇതിന് തെളിവുകളൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകും. ഇവർ തെളിവുകളൊന്നും മുന്നോട്ട് കൊണ്ടുവരില്ല കേട്ടോ. ആരോ പറഞ്ഞു ആരോ ചെയ്തു, അല്ലെങ്കിൽ ആരോ പറഞ്ഞു എന്റെ അച്ഛൻ ചെയ്തു എന്നുള്ളതാണ്. അച്ഛൻ ചെയ്യുന്ന ആരും കണ്ടിട്ടില്ല. അച്ഛൻ ചെയ്തിട്ടാണ് ആ ഒരു അസുഖം പരിപൂർണമായിട്ട് മാറി എന്നുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരു തെളിവും കയ്യിലില്ല. പക്ഷെ എങ്കിലും ഇവരെങ്ങും പറയുക മാത്രമല്ല, ഇത് ചില്ലറ ആൾക്കാരല്ല പറയുന്നത്. IIT-യിലത്തെ ഒരു വലിയ ഡയറക്ടറാണ്. സ്വാഭാവികമായിട്ടും അത്രയൊന്നും എത്തിപ്പെടാത്ത വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ ഇത് വിശ്വസിച്ചു നടക്കും.
എന്ത് പനി വന്നു കഴിഞ്ഞാൽ നേരെ പോയിട്ട് പശുവിനെ താഴത്ത് പോയിട്ട് മൂത്രമൊഴിക്കുന്നവരെ കാത്തുകുത്തിരിക്കും. അത് ഗ്ലാസ്സിലെടുത്ത് കുടിച്ചു കളയും. വേണ്ടാത്ത അസുഖങ്ങളൊക്കെ വരുത്തി വെക്കും. ഇത്രയ്ക്ക് അന്തം വിട്ട് പോകുന്നുണ്ടല്ലോ ഈ സംഗീതത്തിലേക്ക് കിടന്ന ചില ആളുകൾ എന്നുള്ളതിന്റെ അവസാനത്തെ ഒരു തെളിവ് കൂടിയാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഈ കണ്ടിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ് ചെയ്തിട്ട് പ്രിയ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ.